നമസ്കാരം സുഹൃത്തുക്കളെ. സ്കൈറൂട്ട് എയറോസ്പേസിന്റെ വിക്രം-1 റോക്കറ്റ് ഓർബിറ്റിൽ വിജയം കൈവരിച്ചത് ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയിലെ ഒരു ചരിത്ര നേട്ടമാണ്. പക്ഷേ ഇതിനെ വെറും ഉപഗ്രഹ വിക്ഷേപണമായിട്ട് മാത്രം കാണുന്നത് ചിത്രത്തിന്റെ പകുതി മാത്രം കാണുന്ന പോലെയാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ വിക്രം-1 ഇന്ത്യയുടെ ഭാവി റോക്കറ്റ് മിസൈൽ വ്യവസായത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. റോക്കറ്റ് സാങ്കേതിക വിദ്യ ഇനി ISROയിലോ DRDOയിലോ മാത്രം കേന്ദ്രീകരിക്കുന്നില്ല. സ്വകാര്യ മേഖലയിലും പൂർണ്ണമായൊരു എയറോസ്പേസ് ഗവേഷണ ശേഷി വളർന്നു വരികയാണ്. ഈ മാറ്റം അഗ്നി-6 പോലെയുള്ള ഭാവി തന്ത്രപ്രധാന പദ്ധതികൾക്ക് എങ്ങനെ ഗുണം ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ വളരെ അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് അടിസ്ഥാന കാര്യം പറയാം. ഒരു സാറ്റലൈറ്റ് ലോഞ്ച് റോക്കറ്റും ബാലിസ്റ്റിക് മിസൈലും ഒരേ സംവിധാനമല്ല. വിക്രം-1ന്റെ ലക്ഷ്യം ഒരു ഉപഗ്രഹത്തെ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈല് അതിൻ്റെ പേലോഡിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കണം. അതിന് റീ എൻട്രി വാഹനം, അതിതീവ്ര ചൂടിനെ അതിജീവിക്കുന്ന സംരക്ഷണം, സൈനിക നിലവാരത്തിലുള്ള ഗൈഡൻസ്, സുരക്ഷിതമായ കമാൻഡ് സംവിധാനം തുടങ്ങിയ അധിക ആധുനിക സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ്. എന്നാൽ രണ്ടിനും പൊതുവായ ചില അടിസ്ഥാന മേഖലകളുമുണ്ട്. സോളിഡ് റോക്കറ്റ് മോട്ടോർ, ഭാരം കുറഞ്ഞ കോമ്പോസിറ്റ് ഘടന, ഫ്ലൈറ്റ് കൺട്രോൾ, ഗൈഡൻസ്, നാവിഗേഷൻ, സ്റ്റേജ് സെപ്പറേഷൻ, ടെലിമെട്രി, സിസ്റ്റം ഇൻ്റഗ്രേഷൻ, ഇതെല്ലാം. അതുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ ബഹിരാകാശ വ്യവസായം വളരുമ്പോൾ അതിൻ്റെ പ്രതിരോധ സാങ്കേതിക അടിത്തറയും പരോക്ഷമായിട്ട് ശക്തമാകുന്നത്. ഇതേ കാരണം കൊണ്ടല്ലേ ക്രയോജനിക് ടെക്നോളജി ഇന്ത്യ വികസിപ്പിക്കുന്നതിനെ അമേരിക്ക വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, നമ്മൾ ഈ മേൽപ്പറഞ്ഞ സാങ്കേതിക വിദ്യകൾ DRDOയ്ക്ക് ഇല്ലായിരുന്നോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അഗ്നി ശ്രേണിയിലൂടെ ഇന്ത്യ വലിയ സോളിഡ് മോട്ടറുകൾ, കോമ്പോസിറ്റ് ഘടനകൾ, കാനിസ്റ്റർ വിക്ഷേപണം, കൃത്യമായ ഗൈഡൻസ്, റീ എൻട്രി ടെക്നോളജി, ഇതിലെല്ലാം ഉയർന്ന ശേഷി തെളിയിച്ചിട്ടുണ്ട്. 2024 മാർച്ചിലെ മിഷൻ ദിവ്യാസ്ത്രയിലൂടെ അഗ്നി-5ലെ MIRV സാങ്കേതിക വിദ്യയുടെ ആദ്യ പറക്കൽ പരീക്ഷണവും DRDO വിജയകരമായിട്ട് നടത്തിയിട്ടുണ്ട്. ഒരൊറ്റ മിസൈലിൽ നിന്നും ഒന്നിലധികം റീ എൻട്രി വാഹനങ്ങളെ വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് അയക്കാനുള്ള ശേഷിയാണ് MIRV. അതുകൊണ്ട് സ്കൈറൂട്ടിന്റെ നേട്ടം DRDOയ്ക്ക് ആദ്യമായിട്ട് സോളിഡ് മോട്ടറോ കോമ്പോസിറ്റോ പഠിപ്പിക്കുന്നു എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ DRDOയ്ക്ക് സാങ്കേതിക വിദ്യകളെല്ലാം അറിയാമെന്നും സ്വകാര്യ മേഖലയ്ക്ക് ഇനി സാങ്കേതിക മൂല്യം ഒന്നും നൽകാനില്ല എന്നതും പറയാനായിട്ട് സാധിക്കില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഒരാളും എക്കാലത്തും എല്ലാ മേഖലകളിലും മുന്നിലായിരിക്കില്ല. പുതിയ മെറ്റീരിയൽ, പുതിയ റെസിൻ, കൂടുതൽ ഭാരം കുറഞ്ഞ മോട്ടോർ, കേസ്, വേഗമുള്ള നിർമ്മാണ രീതി, മെച്ചപ്പെട്ട സോഫ്റ്റ്വെയർ, കുറഞ്ഞ ചെലവിലുള്ള പരിശോധന, ഇവയിൽ ഏതിലെങ്കിലും ഒരു സ്വകാര്യ കമ്പനി മികച്ച പരിഹാരം കണ്ടെത്തിക്കൂടാന്നില്ലല്ലോ. അവിടെയാണ് സഹകരണത്തിൻ്റെ പ്രസക്തി. ഇവിടെ നമുക്ക് വിക്രം-1 തെളിയിച്ച യഥാർത്ഥ കഴിവും കൂടി എന്ന് പരിശോധിക്കാം. ഒരു മോട്ടർ ഗ്രൗണ്ടിൽ കത്തിച്ച് വിജയിപ്പിക്കുന്നത് ഒരു ഘട്ടമാണ്. എന്നാൽ ഒരു പൂർണ്ണ റോക്കറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് മറ്റൊരു തലത്തിലുള്ള പരീക്ഷണമാണ്. അതിന് മോട്ടറുകൾ ശരിയായ ക്രമത്തിൽ പ്രവർത്തിക്കണം, സ്റ്റേജുകൾ കൃത്യമായിട്ട് വേർപെടണം, ഘടന ശക്തമായ വൈബ്രേഷനും വായുമർദ്ദവും താങ്ങണം, ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ ഓരോ നിമിഷവും പാത നിയന്ത്രിക്കണം, അവസാനം പേലോഡ് ലക്ഷ്യമിട്ട ഭ്രമണപഥത്തിൽ എത്തണം. വിക്രം-1ന്റെ വിജയത്തോടെ സ്കൈറൂട്ട് ഒരു ഘടക നിർമ്മാതാവ് മാത്രമല്ല, സങ്കീർണമായ ലോഞ്ച് വെഹിക്കിൾ രൂപകൽപ്പന ചെയ്ത് സംയോജിപ്പിച്ച് പറത്താൻ കഴിയുന്ന സ്ഥാപനമാണെന്ന് തെളിഞ്ഞു. ഈ സമ്പൂർണ്ണ സിസ്റ്റം എഞ്ചിനീയറിംഗ് പരിചയമാണ് പ്രതിരോധ മേഖലയ്ക്ക് വിലപ്പെട്ടത്. ഇനി ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ നേട്ടം പുതിയ സാങ്കേതിക ആശയങ്ങളാണ്. DRDOയ്ക്ക് നിലവിലുള്ള ശേഷി വളരെ ഉയർന്നതാണെങ്കിലും സ്വകാര്യ കമ്പനികൾക്ക് പുതിയ നിർമ്മാണ രീതികളിൽ കൂടുതൽ വേഗത്തിൽ പരീക്ഷണം നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കാർബൺ ഫൈബർ ഘടനകൾ കൂടുതൽ വേഗത്തിൽ നിർമ്മിക്കുന്ന ഒരു ഓട്ടോമേറ്റഡ് ഫിലമെന്റ് വൈൻഡിങ്, സങ്കീർണമായ ഭാഗങ്ങൾ കുറച്ച് ഘടകങ്ങളായിട്ട് നിർമ്മിക്കുന്ന 3D പ്രിന്റിംഗ്, ഡിജിറ്റൽ സിമുലേഷൻ, പുതിയ താപപ്രതിരോധ മെറ്റീരിയലുകൾ, ചെറുതും ഭാരം കുറഞ്ഞതുമായ ഏവിയോണിക്സ്, വേഗത്തിലുള്ള ഡിസൈൻ, ടെസ്റ്റ്, റീഡിസൈൻ രീതികൾ, ഇവയിൽ ഏതെങ്കിലും സൈനിക ആവശ്യത്തിന് അനുയോജ്യമാണെങ്കിൽ DRDOയ്ക്ക് സ്വകാര്യ കമ്പനിയുമായിട്ട് ചേർന്ന് അതിനെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമായ രൂപത്തിലേക്ക് മാറ്റാം. അതായത് സ്കൈറൂട്ട് അഗ്നി-6ന്റെ പൂർണ്ണ മോട്ടോർ നൽകണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് ഭാരം കുറഞ്ഞ ഒരു കോമ്പോസിറ്റ് പ്രക്രിയയോ കൂടുതൽ വിശ്വസനീയമായ ഒരു സെൻസറോ നിർമ്മാണ സമയം കുറയ്ക്കുന്ന ഒരു രീതിയോ പോലും വലിയ സാങ്കേതിക മൂല്യം നൽകിയേക്കാം. രണ്ടാമത്തെ നേട്ടം സഹവികസന മാതൃക ഉണ്ടാക്കാമെന്നുള്ളതാണ്.
ഭാവിയിലെ ശരിയായ മാതൃക സർക്കാർ സ്ഥാപനവും സ്വകാര്യ കമ്പനിയും തമ്മിലുള്ള മത്സരം മാത്രമല്ല, സഹവികസനമാണ്. DRDO സൈനിക ആവശ്യകത നിർവചിക്കും. സ്വകാര്യ കമ്പനി അതിന് അനുയോജ്യമായ ഒരു മെറ്റീരിയലോ ഘടകമോ സോഫ്റ്റ്വെയറോ വികസിപ്പിക്കും. DRDO അത് കഠിനമായി സൈനിക നിലവാരത്തിൽ പരീക്ഷിക്കും. യോഗ്യമായാൽ അത് വലിയ ദേശീയ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറും. ഇതൊരു സങ്കല്പം മാത്രമല്ല. DRDOയുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട് സ്വകാര്യ വ്യവസായങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും പ്രതിരോധ ഡ്യുവൽ യൂസ് സംവിധാനങ്ങളും ഘടകങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. DRDO ഇൻഡസ്ട്രി അക്കാഡമിയ സഹകരണത്തിനായിട്ട് പ്രത്യേക സംവിധാനങ്ങളും ഇപ്പം തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് സ്കൈറൂട്ട് പോലെ ഒരു സ്ഥാപനവുമായിട്ട് ഭാവിയിൽ സഹകരണം നടക്കാൻ സാങ്കേതികമായിട്ടും സ്ഥാപനപരമായിട്ടും വ്യക്തമായ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നേട്ടം വ്യാവസായിക ശക്തിയാണ്. അതായത് ഒരു തന്ത്രപ്രധാന മിസൈല് ഒരു ലാബിൽ മാത്രം നിർമ്മിക്കാനാവില്ല. അതിന് കാർബൺ ഫൈബർ, റെസിൻ, ഇൻസുലേഷൻ, ഇലക്ട്രോണിക്സ്, സെൻസറുകൾ, ആക്ച്വേറ്ററുകൾ, കൃത്യതയുള്ള മെഷീനിങ്, പരിശോധനാ സംവിധാനങ്ങൾ എന്നിവ നൽകുന്ന വലിയൊരു വിതരണ ശൃംഖല തന്നെ വേണം. സ്കൈറൂട്ട് വളരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയും കൂടുതൽ ഇന്ത്യൻ വിതരണക്കാർ വളരും. അവരിന്ന് സിവിലിയൻ റോക്കറ്റിനായിട്ട് നിർമ്മിക്കുന്ന ഒരു മെറ്റീരിയലോ ഘടകമോ ആവശ്യമായ മാറ്റങ്ങൾക്ക് ശേഷം നാളെ പ്രതിരോധ പദ്ധതിയിലും ഉപയോഗിക്കാം. ഇത് DRDOയ്ക്ക് കൂടുതൽ സെലക്ഷനും കൂടുതൽ നിർമ്മാണശേഷിയും ഒറ്റ വിതരണക്കാരനെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കാനും സഹായിക്കും. നാലാമത്തെ നേട്ടം ഇതിലൊക്കെ വലുതാണ്. ബ്രെയിൻ ഡ്രെയിനിൽ നിന്നും ബ്രെയിൻ സർക്കുലേഷനിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ മികച്ച എയറോസ്പേസ് എഞ്ചിനീയർമാർക്ക് പ്രധാന അവസരങ്ങൾ ISRO, DRDO, HAL തുടങ്ങിയ കുറച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമായിരുന്നു. അവിടെ അവസരം ലഭിക്കാത്ത പലർക്കും വിദേശ കമ്പനികളിലേക്കും ഗവേഷണ സ്ഥാപനങ്ങളിലേക്കും പോകേണ്ടി വന്നു. അതായത് ഇന്ത്യയിൽ പഠിച്ച മികച്ച മനുഷ്യവിഭവശേഷിയുടെ ഒരു ഭാഗം വിദേശ രാജ്യങ്ങളുടെ ബഹിരാകാശ പ്രതിരോധ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുകയായിരുന്നു. സ്കൈറൂട്ട്, അഗ്നികൂൾ പോലെയുള്ള സ്വകാര്യ കമ്പനികൾ വളരുമ്പോൾ ഈ സ്ഥിതി മാറുന്നു. ഇപ്പോൾ പ്രൊപ്പൽഷൻ എഞ്ചിനീയേഴ്സ്, കോമ്പോസിറ്റ് സ്പെഷ്യലിസ്റ്റുകൾ, ഫ്ലൈറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, സ്ട്രക്ചറൽ അനലിസ്റ്റുകൾ, ഏവിയോണിക് എക്സ്പേർട്സ്, ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയേഴ്സ് എന്നിവർക്ക് ഇന്ത്യക്കകത്ത് തന്നെ യഥാർത്ഥ റോക്കറ്റുകൾ രൂപകൽപ്പന ചെയ്യാനും പരീക്ഷിക്കാനും പറത്താനുമുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം ജോലി സൃഷ്ടിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വിദേശത്തുള്ള പരിചയസമ്പന്നരായ ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള സാഹചര്യം ശക്തമാകും. അങ്ങനെ ലോകത്തിലെ വലിയ എയറോസ്പേസ് കമ്പനികളിൽ പ്രവർത്തിച്ചവർ ഇന്ത്യയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ കൊണ്ടുവരുന്നത് ഒരു ബിരുദം മാത്രമല്ല, നിർമ്മാണ സംസ്കാരം, ഗുണനിലവാര നിയന്ത്രണം, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, അതിവേഗ ഗവേഷണ രീതി, ആഗോള സപ്ലൈ ചെയിൻ പരിചയം, ഇതെല്ലാം കൂടിയാണ്. അതോടെ ബ്രെയിൻ ഡ്രെയിൻ തടയുന്നതിൽ നിന്ന് ഒരു പടി കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ത്യയിലെ പ്രതിഭകൾ പുറത്തേക്ക് മാത്രം പോകുന്ന അവസ്ഥ മാറി സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ കമ്പനികൾ, സർവകലാശാലകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധ വ്യവസായം എന്നിവയ്ക്കിടയിൽ വിദഗ്ധർ സഞ്ചരിക്കുന്ന ഒരു ബ്രെയിൻ സർക്കുലേഷൻ രൂപപ്പെടും. ഇന്ന് സ്കൈറൂട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനീയർ നാളെ ഒരു പക്ഷേ ഒരു പ്രതിരോധ വിതരണ കമ്പനിയിൽ പ്രവർത്തിക്കാം. വിദേശത്ത് പ്രവർത്തിച്ച ഒരാൾ ഇന്ത്യയിലേക്ക് മടങ്ങി പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാം. സർവകലാശാലയിലെ ഒരു ഗവേഷകൻ സ്വകാര്യ കമ്പനിയുമായിട്ടും DRDOയുമായിട്ടും ചേർന്ന് പുതിയ മെറ്റീരിയൽ വികസിപ്പിക്കാം. ഈ മാനവ വിഭവ ശൃംഖലയാണ് ഭാവിയിൽ അഗ്നി 6 പോലെയുള്ള വലിയ പദ്ധതികൾക്ക് ഏറ്റവും വിലപ്പെട്ട പരോക്ഷ കരുത്തുകളിലൊന്ന്. സുഹൃത്തുക്കളെ, വിക്രം 1ന്റെ വിജയം അഗ്നി 6ന് നേരിട്ടൊരു മോട്ടോർ സമ്മാനിച്ചിട്ടില്ല. പക്ഷെ അതിലും വലിയ ഒരു കാര്യം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. സ്വന്തമായി ചിന്തിക്കുന്ന മറ്റൊരു റോക്കറ്റ് ഗവേഷണ കേന്ദ്രം, പുതിയ എഞ്ചിനീയർമാർ, പുതിയ നിർമ്മാണ രീതികൾ, പുതിയ വിതരണക്കാർ, പുതിയ സഹകരണ സാധ്യതകൾ. അങ്ങനെ ഭാവിയിലെ ഇന്ത്യൻ പ്രതിരോധ ശേഷി DRDO മാത്രം നിർമ്മിക്കുന്നതായിരിക്കില്ല. DRDOയുടെ പരിചയവും ISROയുടെ അടിത്തറയും സ്വകാര്യ കമ്പനികളുടെ വേഗവും നവീകരണ ശേഷിയും ഒന്നിക്കുമ്പോഴാണ് യഥാർത്ഥ ദേശീയ ശക്തി രൂപപ്പെടുന്നത്. വിക്രം 1ന്റെ ഏറ്റവും വലിയ പ്രതിരോധ സന്ദേശം ഇതാണ്. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയുടെ ഭാവി ഇനി ഒരു സ്ഥാപനത്തിനകത്ത് മാത്രം അടഞ്ഞു കിടക്കുന്നില്ല, ഒരു സമ്പൂർണ്ണ ദേശീയ ഇക്കോസിസ്റ്റമായിട്ട് ഇത് വളരുകയാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളൊന്ന് തയ്യാറാകുക. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.